കണ്ടാലൊരു കഥാകൃത്താണെന്ന് തോന്നുന്ന പോലെ ഒരാളെ വരയ്ക്കണം എന്ന് വിചാരിച്ച് വരയ്ക്കുന്നതാണ്. കഥ എഴുതിയാൽ മാത്രം പോരാ, കുറച്ചേറെ യാത്ര ചെയ്ത് ഒരുപാട് അനുഭവങ്ങളൊക്കെ നേടിയ ആളായിരിക്കണം. സ്കൂൾ പഠനം പൂർത്തിയാക്കരുത്, നിർബന്ധമാണ്. കുത്തിയിരുന്ന് പഠിച്ച് പരീക്ഷയൊക്കെ ജയിച്ച് വെറും മണകൊണാഞ്ചനാകരുത്. വൈക്കത്ത് വരുന്ന ഗാന്ധിയെ കാണാൻ സ്കൂൾ കട്ട് ചെയ്ത് പോകണം. എന്നിട്ട് പറ്റിയാലൊന്ന് തൊടണം. എന്നിട്ട് വീട്ടിൽ ചെന്ന് ഉമ്മായോട് പറയണം, ഉമ്മ, ഗാന്ധിയെ ഞാൻ തൊട്ടെന്ന്. അങ്ങനെ ഈ ഗാന്ധി ആരാണെന്നറിയാത്ത ഉമ്മായെ പേടിപ്പിക്കണം. പിന്നെ ഒരു 9ഓളം വർഷം ഇന്ത്യ മുഴുവൻ കറങ്ങി നടക്കണം. അറിയാവുന്ന പണിയൊക്കെ ചെയ്ത് വലിയ വലിയ സ്വപ്നങ്ങളൊക്കെയായി. ഇതിനിടയിൽ ഒരുപാട് അനുഭവങ്ങൾ കഥയാക്കി എഴുതണം. പിന്നെ ഒരു പാതിരായ്ക്ക് വീട്ടിൽ മടങ്ങിയെത്തണം. ഇത്തിരി കാശൊക്കെയായി. ഒരു പണിക്കും പോകാതെ വീട്ടിൽ കുത്തിയിരുന്ന് എല്ലാവരെയും നിരീക്ഷിക്കണം. എന്നിട്ട് അതൊരു നോവലാക്കണം. ഒത്തിരി മനുഷ്യരുടെ സ്വഭാവം പഠിക്കണം. അതെല്ലാം കഥയായി കുത്തിക്കുറിക്കണം. പ്രൊഫസർ എം.എൻ. വിജയനെ പോലെയുള്ളവർ ഇദ്ദേഹം എഴുതിയതെല്ലാം അക്ഷരം വിടാതെ വായിച്ചു പഠിക്കണം. എന്നിട്ട് പറയണം, ഇദ്ദേഹം അനുഭവങ്ങളുടെ ഒരു ഭൂഖണ്ഡമാണെന്ന്. നിരൂപകർ പറയണം, വർത്തമാനകാലത്തിൽ ജീവിക്കുമ്പോഴും അതിൽ മറ്റാരും കാണാത്ത വൈരുദ്ധ്യങ്ങൾ കണ്ടയാളെന്ന്. ഒരേ സമയം സഖാവ് പി. കൃഷ്ണപിള്ളയെപ്പോലുള്ള നേതാക്കന്മാരുടെയും കേസരിയെപ്പോലെയുള്ള ചിന്തകരുടെയും ജയിലിൽ നിന്ന് ജാമ്യത്തിലിറങ്ങി കഥാകാരനെ കാണാനെത്തുന്ന കള്ളൻ്റെയും സുഹൃത്താകണം. കൊച്ചു കൊച്ചു കാര്യങ്ങൾ കഥയാക്കിയിട്ട് സംഘർഷങ്ങളിൽ വേരാഴ്ത്തി നിൽക്കുന്ന കഥാകാരനെന്നൊക്കെ കടിച്ചാൽ പൊട്ടാത്ത വിശേഷണങ്ങൾ പറയിക്കണം. കഥ വായിച്ചിഷ്ടപ്പെട്ട് സിനിമാക്കാരത് സിനിമയാക്കണം. മലയാളിക്ക് അതിസുന്ദരിയായ യക്ഷിയെ കാട്ടിക്കൊടുക്കണം. മതിലുകൾക്കപ്പുറവും ഇപ്പുറവും നിന്ന് ഒരിക്കൽ പോലും കാണാതെ പ്രേമിക്കാൻ പറ്റണം. പൂക്കളെയും ചെടികളെയും സ്നേഹിക്കണം. ചെല്ലുന്നിടത്തൊക്കെ, ജയിലിലായാലും മാനസികാരോഗ്യ കേന്ദ്രത്തിലായാലും ചെടികൾ നട്ടു വളർത്തണം. ചാമ്പച്ചുവട്ടിൽ കസേരയിട്ടിരിക്കണം. പാത്തുമ്മയുടെ ആടിന് ചാമ്പയ്ക്ക വെറുതെ കൊടുക്കണം. ഗമച്ചി പെൺപിള്ളാരോട് ചാമ്പയ്ക്കയ്ക്ക് കാശ് കൂടുതൽ വാങ്ങണം. മാങ്കോസ്റ്റിൻ മരത്തിൻ്റെ ചുവട്ടിൽ ചാരുകസേരയിൽ സോജാ രാജകുമാരി എന്ന പാട്ടും കേട്ടിരിക്കണം. കാണാൻ വരുന്നവരോട് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കണം. പിന്നെ ഇങ്ങനെ കൂടി എഴുതണം, 9 കൊല്ലം ലക്കും ലഗാനുമില്ലാതെ എന്ന് പറഞ്ഞ മാതിരി ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവൻ ചുറ്റിക്കറങ്ങി. അനിശ്ചിത കാലഘട്ടം, വെയിലും മഴയും ചൂടും തണുപ്പും ഒക്കെ സഹിച്ചുള്ള സഞ്ചാരം. അവസാനം സ്വന്തം നാടായ കേരളത്തിൽ തിരിച്ചെത്തി. ആകെ സ്വന്തമായി ഒരു പേന മാത്രമാണ് ഉണ്ടായിരുന്നത്. കുഴിമടിയന്മാരായ ബെഡുക്കോസുകൾക്ക് പറ്റിയ പണിയെപ്പറ്റി തലപുകഞ്ഞാലോചിച്ചപ്പോൾ നിധി കിട്ടിയ മാതിരി ഒരെണ്ണം കിട്ടി. സാഹിത്യം. എഴുത്തുകാരനാവുക. വലിയ ബുദ്ധിയൊന്നും വേണ്ട. ചുമ്മാ എവിടെയെങ്കിലും കുത്തിയിരുന്ന് എഴുതിയാൽ മതി. അനുഭവങ്ങൾ ഇച്ചിരി പിടിയോളം ഉണ്ടല്ലോ, അവനെയൊക്കെ കാച്ചിയാൽ മതി. എഴുതി. അങ്ങനെ ഞാൻ എഴുത്തുകാരനായി. മലയാള സാഹിത്യത്തിൽ പകരം വയ്ക്കാനില്ലാത്ത വാക്കിൻ്റെ മാന്ത്രികനായ ഒരു എഴുത്തുകാരനെ ഓർമ്മ വരുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ആ പേരൊന്ന് കമൻറ്റ് ചെയ്യൂ. അതുപോലെ ഏതൊക്കെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് കൂടി ഒന്ന് എഴുതണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി. ഇനിയും പുതിയ വീഡിയോയുമായി കാണാം.